ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. മാഷാല്ലാ, ഇവിടെയും കുഴപ്പമൊന്നുമില്ല, നമ്മൾ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. ഇന്നിപ്പോൾ നല്ലൊരു പ്രോഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ആവട്ടെ വ്ളോഗ് എന്നൊക്കെ വിചാരിച്ചിങ്ങനെയാണ് തലേ ദിവസം രാത്രി ഉറങ്ങാനും വേണ്ടി കിടന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ നല്ല രീതിയിൽ വ്ളോഗൊക്കെ എടുക്കണം എന്നൊക്കെ കേട്ടോ. കാരണം പിറ്റേ ദിവസം സൺഡേ ആണ്, മക്കളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ കുട്ടീനെ നോക്കാനൊക്കെ ആളായി. അപ്പോൾ നമുക്ക് എല്ലാം നല്ല ഉഷാറായിട്ട് പോകുമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിങ്ങണ്ടാണ് രാവിലെ നമ്മൾ കിച്ചണിലെത്തിയത് കേട്ടോ. കിച്ചണിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ പുറത്തെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം നോക്കി നിൽക്കും. ഇന്നിപ്പോൾ വലിയ തിരക്കും ബഹളമൊന്നുമുള്ള ദിവസമല്ല, മക്കൾക്ക് സ്കൂളില്ല, പക്ഷേങ്കിൽ മദ്രസ ട്യൂഷൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും വലിയ തിരക്കൊന്നും ഇല്ലാത്ത ദിവസം തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരം നമ്മളെ പ്രകൃതി രമണി ഒന്നും ഇങ്ങോട്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് മഞ്ഞൊക്കെയുള്ള സമയമായതുകൊണ്ട് തന്നെ രാവിലെ നല്ലൊരു തണുപ്പും നല്ലൊരു അന്തരീക്ഷമാണ് കാണാൻ. മടി പിടിച്ചിരിക്കുന്നവർക്ക് പറ്റിയൊരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ അതൊക്കെ നോക്കിയിരുന്നു. മോനോന് ട്യൂഷന് പോകാൻ നേരം വൈകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു ആസ്വദിക്കലും ഭംഗി നോക്കലൊക്കെ മതിയാക്കിയിട്ട് കിച്ചണിലെത്തി ചപ്പാത്തി ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് എന്താ പറയുക, ഇതേപോലെ ഞായറാഴ്ച പോലത്തെ ദിവസങ്ങളിലാണ് ഞാൻ ചപ്പാത്തി പോയി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കാനും വേണ്ടി നിൽക്കലിട്ടോ. കാരണം അന്നാണല്ലോ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല, രാവിലത്തെ ചായക്കടികൾ. അപ്പോൾ അന്ന് ഇതുപോലത്തെ ഐറ്റംസ് ആകുമ്പോൾ കുഴപ്പമില്ല, നേരം വൈകുമെന്നുള്ള പേടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി നിൽക്കുന്ന സമയത്താണ് ഫോൺ വെല്ലടിച്ചിട്ടുണ്ടായിരുന്നത്. ഉപ്പയായിരുന്നു കേട്ടോ. ഇപ്പോൾ പറഞ്ഞു ഞാനും ഉമ്മയും കൂടി ഇന്ന് ഉച്ചക്കത്തെ ഫുഡിന് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. അവർ വേറെ എവിടേക്കോ പോയി കറങ്ങി തിരിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ഉച്ചയാവും. അപ്പോൾ ഇവിടെ എത്താം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങൾ വരികയല്ലേ, അപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ നമ്മളെ ചായപരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മീൻകറിയും ചപ്പാത്തിയൊക്കെ ആയിരുന്നു, അതൊക്കെ കഴിഞ്ഞു. നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരികയാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ വീടൊന്നും അങ്ങോട്ട് വൃത്തിയാക്കിയിടുക എന്നുള്ളത് ഒരു ശരാശരി മലയാളികളുടെ മനസ്സിലൂടെ പോണ ഒരു ചിന്തകളൊക്കെയാണല്ലോ. അതുപോലെ തന്നെ ഞാനും വേഗം പോയിട്ട് ഫുഡൊക്കെ റെഡിയാക്കണതിന് മുന്നേ ആയിട്ട് വീടൊന്നുകൊണ്ട് ഒതുക്കി പെറുക്കി ഇട്ടിട്ടുണ്ട്. വരുന്നത് പുറമക്കാരൊന്നുമില്ല, ഗസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ അമ്മ ഉപ്പയൊക്കെ തന്നെയാണ്. എന്നാലും വന്നിങ്ങോട്ട് കയറുന്ന സമയത്ത് എന്താ അപ്പോൾ ഇവിടെയൊക്കെ കിടക്കണം അങ്ങനെ തോന്നരുതല്ലോ. പിന്നെ കുഞ്ഞു ബേബി ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ആരും പ്രശ്നമാക്കി പറയുന്നില്ല. എന്നാലും എൻ്റെ മനസ്സിനോട് സമാധാനം കിട്ടാനും വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് അങ്ങോട്ട് അടുക്കി പെറുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലെത്തിക്കണ സ്പെഷ്യലായിട്ടൊന്നും വേണ്ടാന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ ഒരുക്കാനുള്ള സമയമില്ല, പെട്ടെന്നുള്ളൊരു വരവാണല്ലോ അവരത്. അപ്പോൾ എനിക്ക് സാധനങ്ങൾ കൊണ്ടുതരാൻ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ വീട്ടിൽ ഫ്രിഡ്ജിൽ കിച്ചണിലൊക്കെ എന്തൊക്കെയാണുള്ളത് അതൊക്കെ എടുത്തിട്ടുള്ളൊരു തട്ടിക്കൂട്ട് ലഞ്ച് അങ്ങനെയാണ് കേട്ടോ. റെസിപ്പി കാണിക്കാനോ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒരുക്കാനോ ഉള്ളൊരു വ്ളോഗൊന്നും അല്ല കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരികയാണെന്ന് കേട്ടാൽ നമ്മളെ മനസ്സിൽ ആദ്യം കത്തിൽ പഠിച്ചോനെ ഇവർക്ക് എന്ത് ഫുഡാണ് കൊടുക്കുക എന്നാണല്ലോ. അപ്പോൾ ഞാൻ കിച്ചണിൽ നോക്കി, പിന്നെ ഓടിപ്പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കി. ഇതൊക്കെ തന്നെയാണല്ലോ എല്ലാവരും ചെയ്യുക. അപ്പോൾ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ഐറ്റംസുകളൊക്കെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് അതൊക്കെ വെച്ചിട്ടുള്ളൊരു ഫുഡ് എന്താ പറയുക ലഞ്ച് റെഡിയാക്കലാണ്. ചിക്കന് കുറച്ചുണ്ടായിരുന്നു. പിന്നെ വെജീസിൽ നമുക്കിപ്പോൾ ബീട്രൂട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുക, ചിക്കൻ ഫ്രൈ ചെയ്യാം, മീൻകാരൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീൻ കറി വെക്കുക, മീൻ ഫ്രൈ ചെയ്യുക, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ സ്പെഷ്യലായിട്ട് എന്ന് പറയുകയാണെങ്കിൽ ഗോതമ്പ് നുറുക്കിൻ്റെ പായസം റെഡിയാക്കിയിരിക്കണം. അത് ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടമാണ് കേട്ടോ. അധികം മധുരമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ കുടിക്കും. ഷുഗർ പേഷ്യൻസ് ആണ്, എന്നാലും ചെറിയ മധുരത്തിലൊക്കെ കൊടുത്താൽ കുടിക്കും കേട്ടോ. അങ്ങനെ അത് അപ്പോൾ നിൻ്റെ പണീൻ്റെ കൂടെ ഈ ആൾക്ക് ഇവിടെ അതിനേക്കാളും വലിയ പണിയാണ് കേട്ടോ. ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്ത് വരുമ്പോഴേക്കും നമ്മളെ കിച്ചണിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൽക്കാരം കഴിഞ്ഞ പ്രതീതിയാണ്. കബോർഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പാത്രങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അത് മൊത്തം വലിച്ച് വാരി ഇട്ടിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ അടുക്കി പെറുക്കി വെച്ചിട്ട് ആ ചെങ്ങായിനെ ഉറക്കി വന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ആൾ ഉറങ്ങി. ഇനി നമുക്ക് കുറച്ചും കൂടി പണികൾ ബാക്കിയുണ്ട്. പായസത്തിനുള്ള ഗോതമ്പ് നുറുക്ക് ഞാൻ മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുക്കറിൽ 2-3-4 വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുത്താൽ മതി. ആവശ്യത്തിനൊപ്പം പിന്നെ ഏലക്കായ ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയോ, മോനുവിന് ഏലക്കായൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അത് വെന്തിട്ട് പിന്നെ ചേർക്കുമ്പോൾ അവനക്ക് പറ്റൂല. അപ്പോൾ ആദ്യം തന്നെ ഇതിലിട്ട് കൊടുത്താൽ അത് ഇന്നുണ്ട് എടുത്ത് കളഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോതമ്പ് നുറുക്ക് അവിടെ വേവാനും വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സ്റ്റൗവിൽ മോനക്കുള്ള കഞ്ഞിയാണ് കേട്ടോ. ആൾ ഉറങ്ങി എണീറ്റ് വരുമ്പോഴേക്കും കഞ്ഞി റെഡി ആവണമല്ലോ. നമ്മളെ സൽക്കാരത്തിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു ബേബിനെ മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും അവിടെ റെഡി ആവട്ടെ. അപ്പോൾ ഏകദേശം പണികളൊക്കെ ഈ ഒരു രീതിയിലെത്തിയപ്പോഴേക്കും ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പെഷ്യലായിട്ടൊന്നും വേണ്ട, ഈ എന്താണോ ഉണ്ടാക്കണം അത് മതിയെന്ന്. അവർ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറ്റൂല ഇവിടുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരികയാണ് കേട്ടോ. വന്നു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ നോക്കാനൊക്കെ ആളായി. ഞാൻ വീണ്ടും കിച്ചണിൽ തന്നെ എത്തിക്കണം. അപ്പോൾ നമ്മളെ ഗോതമ്പ് നുറുക്കൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക്
തേങ്ങേൻ്റെ 1-ാം പാലും 2-ാം പാലും ഒക്കെ ചേർത്ത് അതങ്ങോട്ട് സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഇതാ അപ്പുറത്തെ സ്റ്റൗവിൽ ഞാൻ ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മളെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയും കൂടി റെഡി ആയിക്കണം. സ്റ്റൗവിന് ഒരു ഒഴിവും കൊടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 1-1.5 മണിക്കൂർ നേരത്തെ പണികളെ കിച്ചണിലുള്ളൂ. പക്ഷേങ്കിൽ ചില സമയങ്ങളിൽ നമുക്കങ്ങനെ വിചാരിച്ച പോലെ നടന്നോളണമെന്നില്ലല്ലോ. അങ്ങനെയൊക്കെ വൈകി പോകുന്നതാണ്. ഇനിയിപ്പോൾ അതാ പായസത്തിൻ്റെ ലാസ്റ്റ് മിനുക്കപ്പണി നമ്മൾ നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിങ്ങോട്ട് ഇട്ടെങ്കിലല്ലേ പായസമാവുള്ളൂ. അപ്പോൾ അതവിടെ ഇങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതാ മീനും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ഇട്ടാ. ഇതിൻ്റെ ഇടയിൽ നമ്മളെ കുഞ്ഞു ബേബി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെയും കൊണ്ടായിരുന്നു ബാക്കി പരിപാടികൾ. പിന്നെ ഇന്നിപ്പോൾ സൺഡേ അല്ലേ, റിയമോളുണ്ട്, ഉമ്മ ഉപ്പ എല്ലാവരും ഉണ്ട് അവനെ നോക്കാൻ. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോഴേക്കും മോന് ട്യൂഷനൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അങ്ങനെ തകൃതിയായിട്ടുള്ള എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. അതിപ്പോൾ എന്തായാലും കുക്കിങ് കഴിഞ്ഞാൽ കിച്ചൺ ക്ലീനിങ് മസ്റ്റാണല്ലോ. കുറച്ച് അധികം പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ മോനക്ക് കഞ്ഞിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടീൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പോയാൽ നമുക്കൊരു സമാധാനമാണല്ലോ. അപ്പോൾ കഞ്ഞികുടിയൊക്കെ അവൻ്റേത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സന്തോഷം, സമാധാനം. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. എല്ലാതും ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഞാൻ പപ്പടം അതും കൂടി പൊരിച്ചിട്ടുണ്ട്. വലിയ ചിലവില്ലാത്തതും ടേബിളിൽ നിറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ളൊരു സംഭവമാണല്ലോ പപ്പടം. അതിന് മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും റെഡിയായി. പിന്നെ അതാ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഗോതമ്പ് നുറുക്കിൻ്റെ പായസം ഇതും കൂടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐറ്റംസുകളൊക്കെ റെഡി. ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചാൽ മതി. എല്ലാം കൂടി ഇങ്ങോട്ട് എടുത്ത് വെച്ചപ്പോൾ തന്നെ ഇപ്പം ചോദിക്കേണ്ടത് ഇതൊക്കെ കൂടെ എന്തിനാണ് ഉണ്ടാക്കിക്കണമെന്ന് കേട്ടോ. വലിയ ഐറ്റംസുകളൊന്നും ഇല്ലയെന്ന് എനിക്കെല്ലാം അറിയുള്ളൂ. ഇപ്പം ഈ പ്ലേറ്റൊക്കെ കൂടെ ഇങ്ങനെ കണ്ടപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കുറേ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ അവർ പോയിട്ടാ. പോയി എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടില്ല, മടി. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. അവരൊറ്റ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ല. വ്ളോഗിൻ്റെ കാര്യം തന്നെ ഞാൻ മറന്നിരുന്നു കേട്ടോ. ഏകദേശം ഒരു 5 മണി ഒക്കെ ആയപ്പോഴേക്കും പിന്നെ അവർ പോയി. ഇതിപ്പോൾ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതായിരുന്നു. ഈവനിങ് സ്നാക്സ് സീരീസ് എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് വലിയ പൊലിവോട് കൂടിയിട്ട് തുടങ്ങിയതാണ്. അതങ്ങോട്ട് എവിടെ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഡേ നമുക്ക് മക്രോണി വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെസിപ്പി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. മക്കൾക്ക് ഇഷ്ടമാണ് മക്രോണി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ അതെങ്ങനെ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ അങ്ങനെ പറയത്തക്കതൊന്നുമില്ല. എല്ലാവരും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് തന്നെ ഒലീവ് ഓയിലാണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ ഒറിഗാനോ പോലത്തെ സംഭവങ്ങളൊക്കെ ചേർക്കുമ്പോൾ ഒരു വിദേശി ടച്ച് ആയി വരുമല്ലോ. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു മക്രോണി മസാല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആ വീഡിയോക്കും ഈ വീഡിയോക്കൊക്കെ ലൈക്ക് തരുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇൻഷാ അല്ലാഹ്. ടാറ്റാ ബൈ ബൈ.